ഹലോ, എല്ലാവർക്കും ട്രേഡിംഗ് ഇൻസ്പയർ ഗ്രൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ നമുക്ക് വരാൻ പോകുന്നൊരു നല്ലൊരു ദിവസത്തിൻ്റെ സൂചനയാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. നമ്മുടെ തമ്പനയിലിൽ നിങ്ങൾ കണ്ടതുപോലെ, പോസ്റ്ററിൽ കണ്ടതുപോലെ തന്നെ ഇന്ത്യ അമേരിക്ക പ്രധാനമന്ത്രി പ്രസിഡൻഷ്യൽ കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരമാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ശുഭപ്രതീക്ഷയുമായിട്ട് നിൽക്കുന്നവരാണ് ഇന്ത്യയിലെ ഇൻവെസ്റ്റേഴ്സ്, അതുപോലെ ട്രേഡേഴ്സ് എല്ലാവരും തന്നെ. അപ്പോൾ നമുക്ക് നാളെ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയേൺ ആൻഡ് സ്റ്റീൽ മേഖലയിലേക്ക് അമേരിക്ക ചുമത്തിയ താരിഫിൻ്റെ മുകളിൽ ഇന്ത്യയും അമേരിക്കയും ചർച്ച നടക്കുകയും പ്രധാനമന്ത്രി പ്രസിഡന്റ് തമ്മിലുള്ള ചർച്ച നടക്കുകയും അതിനുശേഷം നല്ലൊരു തീരുമാനം, നമുക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഏതായാലും നമ്മൾ ഇന്ന് തന്നെ നോക്കുകയാണെങ്കിൽ അയേൺ ആൻഡ് സ്റ്റീൽ മേഖല ഇന്ന് സെക്ടറൽ മൂവ്മെൻറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അയേൺ ആൻഡ് സ്റ്റീൽ മേഖല ഇന്ന് നല്ലൊരു ഉണർവ് നമുക്ക് തന്നിട്ടുണ്ട്. സെക്ടറലായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ അയേൺ ആൻഡ് സ്റ്റീലിൻ്റെ എല്ലാ കമ്പനികളും ടാറ്റ സ്റ്റീൽ അടക്കം നല്ലൊരു ഒരു മൂവിങ്ങിനുള്ളൊരു സൂചനയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഒരു അപ്പ് ഉണ്ടായിട്ടില്ലെങ്കിലും നമ്മൾ ഇന്നലെ വരച്ച് വെച്ച ലെവലുകളൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പം നമ്മൾ നോക്കുന്നത് നമ്മുടെ അമേരിക്കൻ ഫ്യൂച്ചേഴ്സിൻ്റെ അവസ്ഥകളാണ്. ഈ ഡൗൺ ജോൺസ് 225 പോയിൻറ്റും നാസ്ഡാക്ക് കുറഞ്ഞ്, അതുപോലെ തന്നെ S&P 500 16 പോയിൻറ്റും ഒക്കെ അമേരിക്കൻ ഫ്യൂച്ചേഴ്സ് താഴെയാണ്. അതുപോലെ തന്നെ ഹാങ്സാങ്, അതുപോലെ നമ്മുടെ ഏഷ്യൻ സ്റ്റോക്സായ ഹാങ്സാങ്, ചൈനയുടെ ഹാങ്സാങ്, നിക്കയും എല്ലാം തന്നെ ഇതാണ് നല്ലൊരു മൂവിങ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് നല്ലൊരു മൂവിങ് ആണെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ നമുക്ക് നിഫ്റ്റിയിലേക്കും സെൻസെക്സിലേക്കും തിരിച്ചു വരാം. ഇന്നലെ വരച്ച് വെച്ച ഏതാണ്ട് ലെവലുകളൊക്കെ ഇന്ന് അതേപടി തന്നെ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം നിഫ്റ്റിയിൽ ഇന്നലെ നമ്മൾ വരച്ച് വെച്ച ലെവലുകൾ 23,000 നിഫ്റ്റിയിലെ ലെവലുകളെല്ലാം തന്നെ ഇന്നലെ വരച്ച് വെച്ച അതേ ലെവൽ അതേപടി തന്നെ കീപ്പ് ചെയ്താണ്. കാരണം നമ്മൾ വരച്ച് വെച്ച ലെവലുകളിലൂടെ തന്നെ മാർക്കറ്റ് റിട്ടേൺ വന്നിട്ടുണ്ട്. ഇന്നലെ വരച്ച് വെച്ചത് 23,250 നമ്മൾ വരച്ച് വെച്ചത് ഇന്നലെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. 23,250 മാർക്കറ്റ് വരുമെന്നും അവിടുന്ന് മുകളിലോട്ടാണ് മാർക്കറ്റിൻ്റെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ അവിടുന്ന് മുകളിലോട്ട് ആയാൽ നല്ലൊരു പ്രതീക്ഷ നമുക്കുണ്ടാവും. മാർക്കറ്റ് മുകളിലോട്ട് പോകും. അതല്ല, അതിൽ നിന്നും മുകളിലോട്ട് പോയിട്ടില്ലെങ്കിൽ മാർക്കറ്റ് വന്നിടത്ത് തന്നെ തിരിച്ചു വരുമെന്നും ഇന്നലെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നലെ പറഞ്ഞിരുന്നു 23,000 എന്ന് പറയുന്നത് നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ മാർക്കറ്റ് അവിടേക്ക് തന്നെ തിരിച്ചു വന്നു. നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ഓപ്ഷൻ ചെയിനിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു ലെവലാണ് 23,000. നാളെയും നമ്മുടെ താരിഫുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ഇന്ന് അമേരിക്കയിൽ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നല്ലൊരു പോസിറ്റീവായിട്ടാണ് നമുക്ക് പ്രതീക്ഷ ഉണ്ടാവുന്നതെങ്കിൽ 23,000 നിന്ന് മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പ് അപ്പ് തന്നുകൊണ്ട് മാർക്കറ്റ് 23,250 എന്നുള്ള ഒരു ലെവൽ കടന്ന് അവിടുന്ന് മുന്നോട്ട് പോകാനാണ് ചാൻസ്. ഒരു 80% അവിടുന്ന് മാർക്കറ്റ് നല്ലൊരു 23,500 വരെ നമുക്കൊരു റാലി തന്നെ നമുക്ക് നാളെ പ്രതീക്ഷിക്കാം. അത് നമ്മുടെ പ്രധാനമന്ത്രിയുടെയും പ്രസിഡൻറ്റിൻ്റെയും അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെയും ചർച്ചയെ ആസ്പദമാക്കിയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നാളെ നമുക്ക് എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്, നിഫ്റ്റിയിൽ എങ്ങനെ ട്രേഡ് എടുക്കുന്നത് നോക്കാം. നാളെ ഞാൻ ട്രേഡ് എടുക്കുന്നത് നാളെ 23,250 വരെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ചെറിയൊരു താഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു 23,100 വെച്ച് നല്ലൊരു CE ബൈ ചെയ്യും. അത് ഇവിടുന്ന് നല്ലൊരു CE ബൈ ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടെ വരെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതാണ്. ഇവിടെ നിന്നൊരു കൺസോളിഡേഷനാണ് മിക്കവാറും ചാൻസ്. കൺസോളിഡേഷൻ ആണെങ്കിൽ ഇവിടെ വെച്ച് എക്സിറ്റ് അടിച്ചിട്ട് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് പിന്നെ മുകളിലോട്ട് CE ബൈ ചെയ്യാനാണ് ചാൻസ്. ഇനി അതല്ല, മാർക്കറ്റ് നമ്മുടെ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ നിലപാട് ഇന്ത്യൻ മാർക്കറ്റിനെതിരാണെങ്കിൽ നമ്മൾ 23,000 വെച്ച് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ നമ്മൾ PE വാങ്ങുകയും
ഈ ഒരു 23,950 വെച്ച് പി വാങ്ങിയിട്ട് നമ്മൾ 22,800 വരെ വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. അങ്ങനെ ആയിരിക്കും നാളെ എൻ്റെ ട്രേഡിങ്. നിഫ്റ്റിയിൽ ഇനിയിപ്പോൾ സെൻസെക്സിലേതാണെങ്കിൽ സെൻസെക്സിലും നമ്മൾ ഇന്നലെ വരച്ച് വെച്ച അതേ ലെവലുകൾ അവിടെ ഉണ്ട്. കാരണം ആ ഒരു മേഖലയിൽ നമ്മൾ വരച്ച് വെച്ച 26,700 എന്നുള്ള ആ ഒരു മാജിക് നമ്പറിൽ സെൻസെക്സ് തൊട്ടിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ഒരു ലെവലായിരുന്നത്. കാരണം അതൊരു 26,750 ഇന്നലെ വരച്ച് വെച്ച അതേ ലെവലാണ്. ഇന്നലെ വീഡിയോ കണ്ടവർക്കറിയാം. 76,750 മാർക്കറ്റ് തൊട്ടിട്ട് തിരിച്ചു വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതല്ല അവിടുന്ന് മേഖലയിലോട്ട് ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ടെങ്കിൽ അതിന് മുകളിലോട്ട് മാർക്കറ്റ് പോകുമെന്നും പറഞ്ഞിരുന്നു. ഏതായാലും 76,000 സ്ട്രോങ് ലെവൽ എന്നുള്ളത് ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പം നമ്മുടെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ ചർച്ചയോ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടുന്ന് നല്ലൊരു ബൈ ചെയ്തിട്ട് 76,750 വരെ ഹോൾഡ് ചെയ്യാനാണ് നമ്മുടെ പ്ലാന്. ഇവിടുന്ന് വാങ്ങിയിട്ട് 76,750 വരെ ഹോൾഡ് ചെയ്യും. ഇവിടുന്ന് കൺസോളിഡേഷനാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇവിടുന്ന് എക്സിറ്റ് ചെയ്തിട്ട് പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് ഒരു അപ്പ് ഉണ്ടാകുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ രണ്ടാമതും വാങ്ങുന്ന ഒന്നൊരവസ്ഥ ഉണ്ടാകും. പിന്നെ 77,800 വരെ നമ്മൾ അതിനെ ഹോൾഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നാളെ സെൻസെക്സിലുള്ള ട്രേഡ് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രതീക്ഷയുള്ള ദിവസമാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നാളെ നല്ലൊരു ഉണർവാണ്. അതുമാത്രമല്ല ഫോറിൻ ഇൻവെസ്റ്റേഴ്സും നമ്മുടെ മാർക്കറ്റിലെ അമേരിക്കൻ പ്രസിഡൻ്റ് നിലപാടിനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഹോൾഡ് ചെയ്തവർക്കൊക്കെ നാളെ ഹോൾഡ് ചെയ്തവർക്കൊക്കെ നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.